കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് മാസം 6 കഴിയുകയാണ്. നാട്ടാരറിയുന്ന മാറ്റങ്ങളുമായി ഈ പുതിയ ഭരണസമിതി എന്ത് നടപ്പിലാക്കി അതറിയുവാനുള്ള MDNന്റെ അന്വേഷണമാണ് നാടറിയാം നാട്ടാറ് മാസം. നമ്മുടെ ആദ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് കൊച്ചിയുടെ ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ അവറുകളാണ്. പരിപാടിയിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 6 മാസം പിന്നിടുകയാണ്. നാടറിയുന്ന നാട്ടുകാർക്കിഷ്ടപ്പെടുന്ന 6 പ്രധാനപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാണ് നിങ്ങൾ നടപ്പിലാക്കിയത്? ഞങ്ങളുടെ ഈ പുതിയ ഭരണസമിതി ഡിസംബർ 26-നാണ് അധികാരത്തിലേറ്റത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ ആയിട്ട് ഒരു ഫുൾ കോറമായിട്ടുള്ള പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇലക്ഷൻ കഴിഞ്ഞ അന്ന് തന്നെ 50 ദിവസത്തെ കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ 21 പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. അതിന് കാരണം കൊച്ചിയുടെ 21ാമത്തെ മേയറാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ആ 21 എന്നുള്ളൊരു ഹൈലൈറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തത്. തീർച്ചയായും കൊച്ചിയിലെ ആളുകൾ ഏറെ കൊച്ചിയുടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അതിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നത്. അതിൽ നമ്മൾ പുതിയ ഓഫീസിലേക്ക് പൂർണ്ണമായും ഓഫീസിൻ്റെ ഫങ്ഷൻ മാറ്റുന്ന പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അത് 3 മാസത്തെ സമയത്തിനുള്ളിൽ കൃത്യമായ രീതിയിൽ അത് ചെയ്യാനുള്ള തീരുമാനമായിരുന്നു. അത് നമ്മൾ ഏകദേശം 50 ദിവസങ്ങൾ തന്നെ ടാർഗറ്റ് ചെയ്തു പോയതുകൊണ്ട് എല്ലാ ഓഫീസുകളും നമുക്ക് കോർപ്പറേഷൻ്റെ മെയിൻ ഓഫീസിലേക്ക്, ഇപ്പോഴത്തെ പുതിയ ഓഫീസിലേക്ക് മാറ്റുന്നതിന് സാധിച്ചു. ഞങ്ങളതിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ കൗൺസിൽ ഹാളും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഓഫീസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റായി എല്ലാവരെയും കൊണ്ടുവരികയും ആവശ്യമായ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ക്യാൻറ്റീൻ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മളതിൻ്റെ വർക്ക് മുഴുവനായി നടപ്പാക്കിയതാണ്. ഇത് അങ്ങനെ ചെയ്യുന്നതിനുണ്ടായ കാരണം ജനങ്ങളല്ലെങ്കിൽ ഭരണസമിതി പകുതി ഓഫീസ് പുതിയ ഓഫീസിലും മറ്റേ കുറച്ച് ഓഫീസുകൾ പഴയ ഓഫീസിലുമാകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾക്ക് ടാർഗറ്റ് ചെയ്ത ദിവസം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത് UDFൻ്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന ഏറ്റവും ജനകീയമായ ഒരു പദ്ധതിയായിരുന്നു ഇന്ദിരാ ക്യാൻറ്റീൻ. ആ ഇന്ദിരാ ക്യാൻറ്റീൻ ഞങ്ങൾക്ക് നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം അതിന് ശേഷം നമ്മൾ ഇതുവരെയുള്ള കണക്കെടുക്കുമ്പോൾ ഒരു 3200-നും 3500-നും ഇടയ്ക്കുള്ള ആളുകൾക്ക് അവിടെ വന്ന് 50 രൂപയ്ക്ക് രാവിലെ 10 രൂപയും ഉച്ചയ്ക്ക് 30 രൂപയും വൈകിട്ട് 10 രൂപയും എന്ന രീതിയിലുള്ള ആ ഒരു ദിവസത്തെ ഭക്ഷണം സബ്സിഡൈസ്ഡായിട്ട് നൽകുന്ന പദ്ധതി ഇന്ദിരാ ക്യാൻറ്റീനിലൂടെ നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞ റോഡുടെ പണി പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് അത് നീറ്റിലിറക്കാനായിട്ട് സാധിച്ചു. അതിൽ ഇന്ദിരാ യാത്ര
നമ്മൾ പ്രഖ്യാപിച്ചതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രിയദർശിനി പദ്ധതിക്ക് തുല്യമാകുന്ന രീതിയിൽ ഇന്ദിരാ യാത്രയിലൂടെ കൊച്ചി നഗരത്തിലേക്ക് വൈപ്പിൻ ജെട്ടിയും ഫോർട്ട് കൊച്ചി ജെട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോറോ യാത്ര സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യമായ നിരക്കിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ജനകീയ പദ്ധതിയായിട്ട് ഇപ്പോൾ നമുക്കറിയാം. റോറോയിലെ സ്ത്രീകളുടെ യാത്ര നോക്കുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചതാണ് നമ്മുടെ ബ്രഹ്മപുരത്തുള്ള CBG പ്ലാന്റ്. അത് BPCLൻ്റെ സഹായത്തോടു കൂടി പണി പൂർത്തീകരിച്ചതായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഡേറ്റ് ഇട്ടുകൊണ്ട് ആ പ്ലാന്റിൻ്റെ പണി BPCLൻ്റെ മേൽനോട്ടത്തിൽ തന്നെ അത് പൂർത്തീകരിച്ച് നമുക്ക് ഉദ്ഘാടനം നിർവഹിച്ച് ഇപ്പോൾ അത് 120 ടൺ വരെ ഒരു ദിവസം എടുക്കുന്ന പ്ലാന്റിൻ്റെ വർക്കിലേക്ക് എത്തിക്കാൻ സാധിച്ചു. എന്നാൽ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ സമ്പൂർണ്ണമായ ഫുൾ ഫങ്ഷനിലേക്ക് ആ പദ്ധതി എത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയായിരുന്നു നമ്മൾ പ്രഖ്യാപിച്ച ബ്രഹ്മപുരത്തെ ഡോഗ് ഷെൽട്ടർ. അതിൽ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഡോഗ് ഷെൽട്ടറിന് വേണ്ടിയിട്ട് BPCLൻ്റെ സഹായത്തോടു കൂടി 1 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തതെങ്കിലും അതിൽ ഇപ്പോൾ നിലവിലുള്ള ABC സെൻറ്ററിൻ്റെ സ്ട്രെങ്തനിങ്ങും കേജ് നിർമ്മാണവും ഷെൽട്ടർ നിർമ്മാണമൊക്കെ ഉൾപ്പെടെയാണ് ആ പദ്ധതി വിഭാവനം ചെയ്തതെങ്കിലും അവിടുത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുമായി ABCയിലെ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടുള്ള പണികൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു മാസം 150 ഡോഗ്സിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധ ജോലികൾ നടന്നു വരുന്നതേയുള്ളൂ. ആ ജോലികൾ പൂർത്തീകരിച്ചാൽ നമ്മൾക്ക് അഗ്രസീവായ ഡോഗ്സിനെ ഷെൽട്ടർ ചെയ്യാനുള്ള സംവിധാനവും ബ്രഹ്മപുരത്ത് ഒരുങ്ങുകയാണ്. ഇതിൻ്റെ ഫുൾ കപ്പാസിറ്റി എന്ന രീതിയിൽ ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് 5 ഏക്കറിൽ ഉൾപ്പെടുന്ന ഡോഗ്സിൻ്റെ ABC യൂണിറ്റും ഒരു വെറ്റിനറി ഹോസ്പിറ്റലും ഡോഗ് ക്രെമറ്റോറിയം ഉൾപ്പെടെയുള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ABC എന്ന ഫുൾ ആ ഒരു ഇതിൽ നമ്മൾ ആ പ്രൊജക്റ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയും ഒരു 6 മാസ സമയം കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ ആ പദ്ധതിയുടെ എന്നാലും അത് തുടങ്ങി വയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനം. കാരണം കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ABC പദ്ധതി നടപ്പാക്കുന്ന ഒരു കോർപ്പറേഷൻ അത് കൊച്ചി തന്നെയാണ്. ഞങ്ങൾ പുതിയതായിട്ട് 4 ഡോക്ടേഴ്സിനെ കൂടി നമ്മളതിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡോഗ് ക്യാച്ചേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നന്നായിട്ട് ആളുകൾക്ക് ഈ സ്ട്രേ ഡോഗ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ബ്രഹ്മപുരത്ത് സാനിറ്ററി പാഡ്സ് നമ്മൾ കീലുമായി അമ്പലമേടിലുള്ള കീലുമായിട്ടായിരുന്നു നമ്മുടെ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നത്. ആ എഗ്രിമെൻ്റ് നിൽക്കുമ്പോൾ തന്നെ കൊച്ചി നഗരസഭയിൽ പൂർത്തീകരിച്ചിരുന്ന 3 ടൺ കപ്പാസിറ്റിയുള്ള റെയ്ഡ്കോൻ്റെ സഹായത്തോടെ പൂർത്തീകരിച്ച സാനിറ്ററി പാഡ്സിൻ്റെ അതിൻ്റെ പ്രവർത്തനം നമുക്ക് ഇപ്പോൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. മൈ കൊച്ചി ആപ്പിലൂടെ സാനിറ്ററി പാഡ്സ് കളക്ട് ചെയ്തുകൊണ്ട് അത് വെറും റീസണബിൾ റേറ്റിൽ നമ്മൾ ഫുൾ സബ്സിഡി ആയിരുന്ന 45 രൂപയാണ് ഗവൺമെൻറ് ഓർഡർ പ്രകാരമുള്ളത്. 12 രൂപയാണ് നമ്മൾ ജനങ്ങളിൽ നിന്ന് എടുത്തിരുന്നത്. ബാലൻസ് വരുന്ന 38 പ്ലസ് GST എമൗണ്ട് കോർപ്പറേഷൻ പേ ചെയ്തിരുന്നതാണ്. അത് നമ്മൾക്ക് കുറച്ചുകൊണ്ട് ഇപ്പോൾ ഈ മാസം മുതൽ പുതിയ കളക്ഷനിലേക്ക് പോകുമ്പോൾ 12 രൂപ ആളുകളിൽ നിന്ന് മേടിക്കുമ്പോൾ പോലും 8 രൂപ കോർപ്പറേഷന് ചിലവ് വരുന്ന രീതിയിൽ 8 പ്ലസ് GST എന്ന നോമിനലായിട്ടുള്ളൊരു എമൗണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷം നൽകുന്നത് നിങ്ങൾക്ക് ചോദിച്ചാൽ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുണ്ട്. നമ്മുടെ കണ്ടിജൻസി വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ
അവരുടെ ദീർഘനാളായിട്ടുള്ള അവരുടെ ലീവ് സറണ്ടർ അടക്കമുള്ള തുകകൾ നമുക്ക് കൊടുത്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ബില്ലുകൾ കഴിഞ്ഞ കൗൺസിൽ തുടങ്ങിയതാണെങ്കിലും അതിൻ്റെ ബില്ലുകൾ കറക്റ്റ് ഒരു വർഷക്കാലം എന്ന രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ഇത്ര സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള സമയത്ത് പോലും ആ ഒരു വർഷം എന്ന രീതിയിൽ നിലനിർത്തിക്കൊണ്ട്. അപ്പോൾ ഇത് 6 പദ്ധതികളല്ല. അങ്ങ് പറഞ്ഞ ഈ 6 പദ്ധതികളിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിനിടയിലുള്ള ഈ 6 പദ്ധതികളിലുള്ള ചില ചോദ്യങ്ങളും ആശങ്കകളും ഞാൻ ചോദിക്കുകയാണ്. ഒന്ന്, സമൃദ്ധി എന്ന് പറയുന്നത് നേരത്തെ 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുത്തിരുന്ന അത് ഉച്ചയൂണ് 30 രൂപയ്ക്ക്. ഞങ്ങൾക്കൊക്കെ ഇവിടെ ഈ കടവന്തരയിൽ കിട്ടുന്ന 60 രൂപയ്ക്കാണ്. അത് സമൃദ്ധിയാണെന്നാണ് പേര് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് 2 തരം ചോറ് തരുന്നത് എന്ത് 60 രൂപയ്ക്ക് ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും. അപ്പോൾ സബ്സിഡൈസിൽ കിട്ടുമ്പോൾ അതിന് വില കൂടുന്നു എന്നുള്ളത് അതെന്താണ് അതിൽ വന്ന മാറ്റം എന്നുള്ള ചോദ്യം. പിന്നെ അതിനൊരു ആശയവും ഇത് സമൃദ്ധിയിലുണ്ടാക്കിയിട്ട് ഇന്ദിരാ ക്യാൻറ്റീനിൻ്റെ പേരിൽ അപ്പുറത്തൂടെ വിതരണം ചെയ്യുന്നു. എന്തിന് അത് സമൃദ്ധി എന്ന് പറയുന്നത് മാറ്റി എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. വളരെ പെട്ടെന്ന് ഉത്തരം എന്താണ്? അതായത് സമൃദ്ധി എന്നത് കൊച്ചി നഗരസഭയിൽ നിലവിലുണ്ടായ ഒരു സ്കീമാണ്. ഉച്ചയ്ക്ക് 20 രൂപയ്ക്ക് സബ്സിഡൈസ്ഡ് ഊണ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അത് നോർത്തിലുള്ള സമൃദ്ധിയുടെ സെൻട്രൽ മാത്രമാണ് 20 രൂപയ്ക്ക് ഊണ് കൊടുത്തിരുന്നത്. ഫോർട്ട് കൊച്ചിയിൽ തുടങ്ങിയവരിലും നമ്മൾ 20 രൂപയ്ക്ക് തന്നെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് സമൃദ്ധി ഒരു ബ്രാൻഡ് എക്സ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ്. നമ്മൾക്ക് അവിടെ ഒരുപാട് സബ്സിഡൈസ് കൊടുത്തുകൊണ്ട് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ സബ്സിഡൈസ്ഡ് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് ഒരാൾക്ക് ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിച്ചാൽ പോരാ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസം 50 രൂപ എന്ന് ഫിക്സ് ചെയ്തത്. ഉച്ചയ്ക്ക് 20 രൂപയ്ക്ക് ഊണ് കഴിക്കണമെങ്കിൽ സമൃദ്ധിയിൽ നമുക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സമൃദ്ധിയിൽ ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോയി കഴിക്കാം. 10 രൂപയ്ക്ക് 3 ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും കൊടുക്കുന്ന പ്രൊജക്റ്റ് നമ്മൾ ഇന്ദിരാ ക്യാൻറ്റീനിൽ നടപ്പാക്കിയിട്ടുണ്ട്. വൈകുന്നേരം 10 രൂപയ്ക്ക് 3 ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കൊടുക്കുകയാണ്. അപ്പോൾ സമൃദ്ധിയുമായിട്ട് എൻ്റെലി ഡിഫറെൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ സമൃദ്ധിയിൽ ഉണ്ടാക്കുന്ന ഫുഡ് കൊടുക്കുന്നു. കൊച്ചി നഗരസഭയുടെ കുടുംബശ്രീ പ്രസ്ഥാനമാണ് സമൃദ്ധിയിലെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബശ്രീയുടെ സ്ത്രീകളുടെ യൂണിറ്റ് ഉള്ളപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ളൊരു സേവനം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം വരാൻ പോകുന്നത് നമ്മുടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾക്കുള്ള സംവിധാനം ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. കൃത്യമായും ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് സബ്സിഡി എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നും അതിൻ്റെ എന്തെല്ലാമാണ് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് എന്നൊക്കെയുണ്ട്. സമൃദ്ധിയുടെ പല ഔട്ട്ലെറ്റിലും പല GCDയിലുള്ളത് നിങ്ങൾ പറയുന്നത് ക്യാൻറ്റീനാണ്. ക്യാൻറ്റീൻ നടത്തുമ്പോൾ അവിടെ നമ്മൾക്ക് അവിടുത്തെ ഒരു റേറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ഡീസലിൻ്റെയൊക്കെ വില കൂടിയപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങളുടെ വിലയ്ക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സമൃദ്ധി ആ സ്ത്രീകളുടെ പേരിൽ മാത്രമുള്ള ഒരുപാട് ഇനിയും നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ കണക്കുകൾ ശരിയാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ടുവരേണ്ട ഒരു പ്രസ്ഥാനമാണ്. അത് തകർക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കൊതുക് നിവാരണം എനിക്ക് തോന്നുന്നു കൊച്ചി കോർപ്പറേഷൻ കേട്ട കാലം മുതലുള്ളതാണ് ഈ ഫോഗിങ് എന്ന്. ഒന്നുകിൽ ഫോഗിങ് ഏൽക്കുന്നില്ല, അല്ലെങ്കിൽ ഫോഗിങ്ങിൻ്റെ പേരിൽ തട്ടിപ്പുണ്ടെന്നറിയില്ല. പുക മാത്രമേ ഉള്ളൂ, കൊതുക് ചാവുന്നില്ലോ. ഈ വർഷവും ഫോഗിങ് നടത്തി, പക്ഷേ കൊച്ചിയിലുള്ള ഒരാൾക്കാരും കൊതുക് കടി കുറഞ്ഞതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. എന്താണ് കൊച്ചിയിലെ കൊതുകിൻ്റെ കടി മാറണമെങ്കിൽ, കൊതുക് കുത്തുന്നത് മാറണമെങ്കിൽ, കൊതുകിൻ്റെ പ്രജനനം ഇല്ലാതാവണമെങ്കിൽ കൊച്ചിയിൽ സിവറേജ് സിസ്റ്റം നടപ്പാക്കാൻ സാധിക്കണം. നമ്മളിപ്പോൾ താൽക്കാലികമായ പുറമേയുള്ള മരുന്നുകൾ മാത്രമാണ് പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും വേദന നമുക്ക് ആ താൽക്കാലിക ആശ്വാസം ഉണ്ടാകുമെന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായും അത് ഒഴിവാക്കണമെങ്കിൽ സീവേജ് സിസ്റ്റം നടപ്പാക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീട് പണിതാൽ ആ ഒരു വീടിൻ്റെ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നമുക്കറിയാം. ഇവിടെ പല ഹോസ്റ്റലുകളും പ്രവർത്തിക്കുന്നുണ്ട്, പല ഓഫീസുകളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. 10-60 പേരെ താമസിപ്പിക്കുന്ന വീടുകളുണ്ട്.
ഇവരുടെയൊക്കെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു കാലയളവ് ഒന്ന് ആലോചിച്ചാൽ നമുക്കറിയാം ഇവരുടെ ആരും സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാറില്ല. എല്ലാവരും ചെയ്തിരിക്കുന്നത് നമ്മുടെ കാണകൾ തന്നെ സെപ്റ്റിക് ടാങ്കായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലാണ്. എവിടെയൊക്കെയോ സെപ്റ്റിക് മാലിന്യം വീഴുന്നുണ്ടോ അവിടെയൊക്കെ കൊതുക് അതിഭീകരമായി കൂടും. ഈ ഉത്തരത്തിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഇത്രയും ധാരണയുള്ളപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കൊതുക് കൊച്ചി എന്നുള്ളത് നമുക്ക് ചീത്തപ്പേര് ഇങ്ങനെ കിടക്കുകയാണ്? അങ്ങനെ എന്തെങ്കിലും കാഴ്ചപ്പാട് കോർപ്പറേഷൻ? 1700 കോടി രൂപയുടെ സിവറേജ് സിസ്റ്റം 76 ഡിവിഷനിൽ 76 ഡിവിഷനിൽ അതിൽ വടുതലയിലുള്ള 12 ഡിവിഷൻ ഒഴികെ ബാക്കി എല്ലാ ഡിവിഷനുകളിലും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് കേരള വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരസഭയിൽ നടപ്പാക്കാൻ പോവുകയാണ്. അതിൻ്റെ സാങ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഡിങ് ഫയല് ഗവൺമെൻറ്റിലാണുള്ളത്. അതിൻ്റെ സെൻട്രൽ ഗ്രാൻറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ലഭിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ സാങ്ഷനാണ്. അത് കിട്ടി കിഫ്ബി ഫണ്ടും കൂടി കിട്ടിയാലാണ് അത് നടപ്പാക്കാൻ പറ്റുള്ളൂ. 1700 കോടി രൂപ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ പ്രൊജക്റ്റ് അല്ല. പക്ഷേ ആ പ്രൊജക്റ്റ് വന്നാൽ മാത്രമാണ് നമ്മുടെ തോടുകളും നമ്മുടെ കാണകളും നമ്മുടെ കൊതുക് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ പ്രൊജക്റ്റ് നടപ്പാക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ എടുക്കേണ്ട സ്ട്രെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറിയൊരു പമ്പ് ഹൗസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഇടപ്പള്ളിയിലെ ആളുകൾ മുഴുവൻ സമരത്തിൽ പോയി. പള്ളുരുത്തിയിൽ അത് നടപ്പാക്കാൻ 3 ഡിവിഷനിൽ ഇടക്കൊച്ചി നടപ്പാക്കാൻ നോക്കിയപ്പോൾ 3 ഡിവിഷനിൽ പാസ്സായ ഫണ്ട് ഒരു ഡിവിഷനിലേക്ക് മാത്രമായി നമുക്ക് കട്ട് ഷോട്ട് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ ജനങ്ങൾ എതിർക്കുന്നത് കൊണ്ടാണ്. പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈ സ്റ്റഡി റിപ്പോർട്ടുകൾ മുഴുവൻ വരുന്നത് കൊച്ചിയിലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ വളരെ കണ്ടാമിനേറ്റഡ് ആണ്. ഒരു പരിധി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എത്ര RO പ്ലാന്റ് വെച്ച് ട്രീറ്റ് ചെയ്താലും അതിൽ കണ്ടാമിനേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ഉണ്ടാവണമെങ്കിൽ സിവറേജ് സിസ്റ്റം നടപ്പാക്കണം. അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ഭരണസമിതി. ഫോർട്ട് കൊച്ചിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തു. സൗജന്യം കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇപ്പോൾ ഇതാ ഇവിടെയും കൊടുക്കുന്നു. സൗജന്യം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ടത് നല്ല ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പോട്ടെ, ഞാൻ പറഞ്ഞത് അവിടെ സൗജന്യം കൊടുക്കുമ്പോൾ ഡയഫ്രം എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു വേർതിരിവ്, അപ്പോൾ ആരുടെയൊക്കെ 20 രൂപ വെച്ച് കളക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് ആരുടേത് വാങ്ങിക്കണം, ചിലരുടേത് വാങ്ങിക്കണ്ടയോ, അങ്ങനെ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടക്കുകയാണ്. കൃത്യമായ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കട്ട് ഷോട്ടിലേക്ക് ഞങ്ങൾ പോയതെന്നുള്ളത് ആര് വന്ന് പരിശോധിച്ചാലും മനസ്സിലാവും. കാരണം കൊച്ചിയിൽ ഞങ്ങളുടെ കണക്കനുസരിച്ച് കിടപ്പ് രോഗികളുടെ ഒരു സ്റ്റഡി ഞങ്ങൾ നടത്തിയപ്പോൾ 3 ടണ്ണിൽ അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 5 ടൺ മാക്സിമം, അതാണ് ഞങ്ങളുടെ അളവ്. പക്ഷെ കീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ ഞങ്ങൾ കൊടുത്ത റേറ്റ് നോക്കുമ്പോൾ 8.5 കോടി രൂപയാണ്. അപ്പോൾ കൊച്ചിയിലെ മാത്രമല്ല ഇവിടെ വരുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. കൊച്ചി കോർപ്പറേഷൻ്റെ തനത് ഫണ്ട്, കൊച്ചിയിലെ ജനങ്ങൾ അടക്കുന്ന നികുതി പണം, അത് കൊച്ചിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അത് ബിസിനസ് കൺസേൺസിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. തൊട്ടടുത്ത തൃക്കാക്കരയിലെയും കളമശ്ശേരിയിലെയും അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള സാനിറ്ററി പാഡ്സും ഡയപ്പേഴ്സും നമ്മൾക്ക് വരുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണസമിതിക്കുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. കൃത്യമായും കൊച്ചി നഗരസഭയിലെ നിവാസികൾക്ക് വേണ്ടി കിടപ്പ് രോഗികളാണെന്ന് പാലിയേറ്റീവ് കെയർ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ സബ്സിഡി ലഭിക്കും. അത് കൃത്യമായി ഞങ്ങൾ ജിയോ ടാഗ് ചെയ്തുകൊണ്ട് ആ വീട് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതേപോലെ തന്നെ കുട്ടികൾ ഡയപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ആ ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ അവിടെ കുട്ടികൾക്ക് ആ വീട്ടുകാർ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് സബ്സിഡി റേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം നോക്കി നമ്മൾ അനുവദിക്കും. കാരണം അങ്ങനെ കൊടുത്താൽ പോലും ഒരു കൊല്ലം 8.5 കോടി രൂപ കൊടുക്കേണ്ട അവസ്ഥ. കിടപ്പ് രോഗികൾക്ക് നമുക്ക് അങ്ങനെ ഇത് ബാരിയറല്ല, VPL APL നോക്കുന്നില്ല, എല്ലാവരുടെയും. അതായത് പാലിയേറ്റീവ് ഡോക്ടർ പറയുകയാണ് അവിടെ ഒരു കിടപ്പ് രോഗിയുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് എടുക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മൾ എടുക്കും. പക്ഷേ ചില ബാരിയേഴ്സ് നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ഹോസ്റ്റലുകളുണ്ട്, ചില പറയുന്ന പോലെ കമേഴ്ഷ്യൽ സംരംഭങ്ങളുണ്ട്. അവരൊക്കെ
ഗവൺമെൻറ് നിശ്ചയിച്ച വില തന്നെ കൊടുക്കണം. കാരണം ഇവരാരും ഫ്രീ ആയിട്ടല്ലല്ലോ അവിടെ കുട്ടികളെ നിർത്തുന്നത്. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവർ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായ രീതിയിലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഗോശ്രീ മുതൽ നമ്മൾ ഇവിടെ ഗാന്ധി സ്ക്വയർ വരെയുള്ള റോഡ് എനിക്ക് തോന്നുന്നു ഒരു മോഡൽ റോഡാക്കാനായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രഖ്യാപനം എനിക്കൊന്ന് 4ാമത്തെ ഭരണസമിതിയാണ് പ്രഖ്യാപിക്കുന്നത്. അതിനിടയിൽ വന്ന ഒരു ഭരണസമിതി ടോണി ചെമ്മണി മേയറായപ്പോഴത്തേക്ക് ആ റൂട്ട് മാറിയിട്ട് ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ റോഡ് ഒന്ന് അനൗൺസ് ചെയ്തത്. അത് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ ഇത് കുറച്ചുകൂടി വലിയ സ്ട്രെച്ചാണ്. ഈ റോഡ് ഇങ്ങനെ ഒരു മോഡൽ റോഡ് എനിക്കൊന്നും ഒരു നഗരത്തിൻ്റെ ആവശ്യമാണ്. നല്ല സെലക്ഷൻ നല്ലതാണ്. പക്ഷേ അതിലേക്ക് എന്തെങ്കിലും ചുവടുവയ്പ് നടത്താൻ പറ്റും? തീർച്ചയായും ആ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ DPR പൂർത്തീകരിച്ചിട്ടുണ്ട്. DPR പൂർത്തീകരിച്ചുകൊണ്ട് ഒരു ഗോശ്രീ മുതൽ നമ്മുടെ ഞങ്ങളുടെ ഓഫീസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കനാൽ വരെ CMFRAയുടെ അതിർത്തി വരെയുള്ള പോർഷൻ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ വർക്ക് തുടങ്ങാൻ ഉള്ള പ്ലാനിലാണ്. അവിടെ ഒരു ചെറിയ പ്രശ്നം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഗോശ്രീയുടെ 2ാമത്തെ പാലം വരികയാണ്. അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് എവിടെ വരും എന്നുള്ളതിനനുസരിച്ച് നമുക്ക് നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട് ചില റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. ഇതിൽ ഞാൻ മോഡൽ റോഡായി അത് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, സിറ്റി ബ്ലൂം പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് നമ്മുടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 സൈഡും മനോഹരമായ പൂക്കൾ നിൽക്കുന്ന ഒരു റോഡ്. അത് നല്ല വീതിയുള്ള റോഡേ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ റോഡിൻ്റെ കൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന 2 റോഡ്, ഒന്ന് പനമ്പള്ളി നഗറാണ്, 2 ഈ പറയുന്ന ഈ സ്ട്രെച്ചിലുള്ള റോഡാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഓഫീസിൻ്റെ കെട്ടിടം നിലനിൽക്കുന്ന ഒരു സ്ഥലം, അതുകൊണ്ടാണ് ആ റോഡ് സെലക്ട് ചെയ്തത് പോലും. അത് മാത്രമല്ല, നമ്മളുടെ നഗരത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് വന്നാൽ അവർ ആദ്യം വിസിറ്റ് ചെയ്യുന്ന സ്ഥലം മറൈൻ ഡ്രൈവാണ്. കൊച്ചി മറൈൻ ഡ്രൈവാണ് ഈ സെൻട്രൽ കൊച്ചിയിൽ ഒരാൾ വന്നാൽ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം. ആ റോഡ് മനോഹരമാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ഈ നഗരത്തിൻ്റെ മുഖച്ഛായ മാറും. അതിനുള്ള ഒരു DPR നമ്മൾ CSMലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ DPR പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫണ്ട് അർബൻ ചലഞ്ച് ഫണ്ടിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പ്രൊജക്റ്റിലുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കലൂർ ബസ് സ്റ്റാൻഡ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ നഗരത്തിൻ്റെ പുതിയ മുഖത്തിന് യോജിച്ച വിധത്തിൽ നമ്മുടെ ബസ് ബേ ഉൾപ്പെടെ ഒരു ആധുനിക നഗരത്തിൻ്റെ മുഖച്ഛായ രീതിയിലുള്ള ഒരു കെട്ടിടം കലൂർ വരാൻ പോവാണ്. ഇത് ആദ്യത്തെ പത്രസമ്മേളനത്തിലൊന്ന് പ്രഖ്യാപിച്ചാണ്. അന്ന് പ്രഖ്യാപിച്ചപ്പോൾ 2ാമത്തെ കാര്യം ഞാൻ ഓർത്തു വരുന്നത്, ഇപ്പം നമ്മുടെ ഈ മെട്രോ വന്നപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ റോഡുകളിലൊക്കെ ഇങ്ങനെ ഹബ്ബ് ഇങ്ങനെ സ്വാഭാവികമായി രൂപപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല ഞങ്ങൾക്ക് അറിയാൻ കൂടിയും അതിലെന്ത് നടപടി സ്വീകരിച്ചു? അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെട്രോ പില്ലറിൻ്റെ അത് ഹമ്പ് പോലെ വന്നതല്ല ശരിക്കും. ഈ മെട്രോയുടെ പില്ലർ കുഴിക്കുമ്പോൾ അവർ നമ്മുടെ ബേസിക് ലെവലിൽ നിന്ന് താഴെ ഡീപ്പായിട്ടാണ് അതിൻ്റെ പൈലിംഗ് പോയിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു 2-3 വർഷക്കാലം അതിൻ്റെ റോഡ് ഇരിക്കും. നമ്മൾ ചെറിയ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് 1 മീറ്റർ താഴെ പോലും പൊഴിക്കേണ്ട, അതിന് മേലെ കുഴിച്ചാൽ പോലും ആ റോഡ് പണിത് കഴിയുമ്പോൾ അവിടെ ഒരു കുഴി വരും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ഇരിക്കുകയാണ്. ഇത് കൊച്ചി നഗരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. മെട്രോ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആലുവ ഫെഡറൽ ബാങ്ക് മുതലുള്ള സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് രൂക്ഷമാണ്, കൂടുതൽ ഡീപ്പായിട്ട് ഇരുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ട്രെച്ചിൽ, അതായത് പനമ്പള്ളി നഗർ എളംകുളം സ്ട്രെച്ചിൽ ഞങ്ങൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് വന്നത് 18 കോടി രൂപയാണ് റോഡ് ലെവൽ ചെയ്ത് കൃത്യമാകണമെങ്കിൽ. ആ 18 കോടി രൂപ ഈ ഒരു ചെറിയ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇടപ്പള്ളി മുതലുള്ള ഭാഗങ്ങൾ വേറെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ KMRL ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇത് കൊച്ചിയിലെ ഗതാഗതത്തിന് വലിയ വിഷയം ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. കൊച്ചിയിലെ ജനങ്ങളുടെ ജീവന് സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഫണ്ട്
ഇതിന് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പോലും നമ്മൾ പ്ലാൻ ഫണ്ടിൽ BMMBC നിലവാരത്തിലുള്ള റോഡ് ആദ്യത്തെ സ്ട്രെച്ച് എന്ന രീതിയിൽ ഒരു 12 കോടി രൂപ ഞാൻ ഈ പോർഷൻ ഏറ്റവും രൂക്ഷമായ പ്രശ്നമുള്ള പനമ്പള്ളി നഗർ പോർഷന് വേണ്ടി വെച്ചിരുന്നു. പക്ഷേ പ്ലാൻ ഫണ്ടിൻ്റെ ഗൈഡ് ലൈൻസിൽ BMBC റോഡുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു പുതിയ ഗൈഡ് ലൈൻ കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി കിട്ടുവാനുള്ള ഒരു ലെറ്റർ പ്ലാൻ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. അത് സാങ്ഷനായി വരികയാണെങ്കിൽ ഇനി ഗവൺമെൻറ് സഹായിച്ചില്ലെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളുള്ള ഭാഗം നമ്മൾ ചെയ്യും. ഗതാഗതത്തിലോട്ട് കടന്നുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്ന്, ഇപ്പോൾ വൈറ്റില ജംഗ്ഷനെ സംബന്ധിച്ച് നിങ്ങൾ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എവിടെയും പലപ്പോഴും റോഡുകളോ അല്ലെങ്കിൽ റൂട്ടുകളോ തിരിച്ചു വിടുമ്പോഴത്തേക്കും പരിഗണിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് സാധാരണക്കാരനെ അല്ല. വൈറ്റില ഹബ്ബിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്ന ഒരു സാധാരണ യാത്രക്കാരൻ ഹബ്ബിൽ പോകണമെങ്കിൽ വൈറ്റില ജംഗ്ഷനിൽ ഇറങ്ങി 2-3 റോഡ് ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ട അവസ്ഥയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജെട്ടിയുടെ അവിടെ വരുമ്പോഴത്തേക്കും ആണെങ്കിലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മഹാരാജാസിലോ കോടതിയിലോ പോകേണ്ട ഒരു സാധാരണക്കാരന് അപ്പുറത്ത് ഒരു ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങോട്ട് പോരേണ്ടതാണ്. പക്ഷെ ഇവിടങ്ങളിലൊക്കെ കാറ് പോകുന്നതിന് തടസ്സമില്ല. ഈ പരിഗണന കൊടുക്കേണ്ടത് എപ്പോഴും ബസ് യാത്രക്കാർക്കല്ലേ? അങ്ങനെ പരിഗണിക്കാറുണ്ടോ? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നതാണോ? കൊച്ചി നഗരസഭയുടെ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭരണസമിതി വന്നപ്പോൾ തന്നെ ഒരു ചർച്ച കൊണ്ടുവന്നതാണ്. കൊച്ചിയുടെ ഒരു നഗര വികസന നയം നമ്മൾ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കോൺക്ലേവ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നവംബർ മാസം എന്ന രീതിയിലാണ്. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് സെപ്റ്റംബറിലാണെങ്കിലും CMൻ്റെ കൂടി ഒരു അവൈലബിലിറ്റി നമുക്ക് ഉറപ്പാക്കേണ്ടതുകൊണ്ട് നവംബറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട് നാറ്റ്പാക്കുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയുടെ പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. കാരണം ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഇല്ലാത്ത ഒരു നഗരമാണ് കൊച്ചി. അവിടേക്ക് നമുക്ക് പൊതുഗതാഗതമാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. വാട്ടർ മെട്രോ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള സ്റ്റഡി നമ്മൾ നടത്തിയിട്ടുണ്ട്. KMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ള പ്രപ്പോസൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ടൂറിസം മിനിസ്റ്റർ ഇവിടെ സന്ദർശിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ MLAയും ഞാനും ഒക്കെ ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് നമ്മുടെ ജെട്ടിയിലേക്ക് വാട്ടർ മെട്രോയുടെ സർവീസ് കൊണ്ടുവരുന്നതിനുള്ള രീതി നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ ഫീസിബിളായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഈസി വാക്ക് ഉണ്ടാവണം, ഒരു ഈസി ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മൾ പൊതുഗതാഗതത്തെ നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആക്സസിബിലിറ്റി നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. വൈറ്റില മൊബിലിറ്റി ഹബ്ബ് പ്ലാൻ ചെയ്തത് പോലും അത്തരത്തിലായിരുന്നു. പക്ഷേ അതിൻ്റെ വർക്ക് ആദ്യം ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒന്നുമില്ലാതെ ഡെഡായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോൾ വൈറ്റിലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ലാപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട്, ഒരുപാട് സജഷൻസ് ഉണ്ട്. വൈറ്റില ഹബ്ബിൽ തന്നെ ഞങ്ങളുടെ സജഷൻസ് ഉണ്ട്. അവിടെ കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി ജനങ്ങൾക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിലേക്ക് അത് ഒരു ഡയറക്ഷൻ ചേഞ്ച് വരുത്തുവാണെങ്കിൽ ഈ പറയുന്ന തൃപ്പൂണിത്തിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി ആണ് ആദ്യം നടത്തേണ്ടത്. അത് നാറ്റ്പാക്കുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ഈ പൊതുജന അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ വർധനവെ സംബന്ധിച്ച് നമ്മൾ നിരന്തരമായി പല ചർച്ചകളിലും മേഖലകളിൽ പറഞ്ഞതിൻ്റെ ഭാഗമായി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മെട്രോ പനമ്പള്ളി നഗറിൽ നിന്ന് ഒരു ബസ് അങ്ങോട്ട് വിടുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പം കടവന്തറയിൽ വന്നിറങ്ങുന്ന ഒരു സാധാരണ സ്ത്രീക്ക് 50 രൂപയെങ്കിലും മിനിമം കൊടുത്താലാണ് അവരെ വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 100 രൂപയാണ്. അപ്പോൾ പല കൗൺസിലുകളിലും ചർച്ച വന്നിട്ടുള്ളതാണ്. ചെറിയ മിനി ബസ്സുകളോ അല്ലെങ്കിൽ ജീപ്പൊക്കെ ഷട്ടിലടിക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് 10 രൂപ കൊടുത്താൽ പോയി ഇറങ്ങാൻ പറ്റും. ഞാൻ ഈ മെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെട്രോയിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു ചർച്ച നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മിനി ബസ്സുകളുടെ അവൈലബിലിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മെട്രോ തന്നെ അത് ചെയ്യാനുള്ള വില്ലിങ്നെസ് അറിയിച്ചിട്ടുണ്ട്. ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മിനി ബസ് സർവീസ് തുടങ്ങും എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ പനമ്പള്ളി നഗർ മാത്രമല്ല നമ്മുടെ മറ്റു പല റോഡുകളിലും നമുക്ക് എത്രയോ വർഷങ്ങളായി തമ്മനം പുല്ലേപ്പിടി റോഡുണ്ട്. തമ്മനം പുല്ലേപ്പിടി റോഡിൽ ബസ് സർവീസ് ഇല്ല.
അതെ, ഞാൻ ചോദിക്കാൻ അവരുടെ ചോദ്യം നടത്തുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ മുല്ലപ്പെട്ടി റോഡ് ഇപ്പോഴും തീരാത്ത പ്രശ്നമായി കിടക്കുകയാണ്. 4 കൗൺസിലർ അത് ഈ പ്രാവശ്യം തീരും. കാരണം അതിൻ്റെ സ്ഥലം എടുക്കുന്നതിനുള്ള നടപടിയിലേക്ക് വന്നിട്ടുണ്ട്. 100 കോടി രൂപ കിഫ്ബിയിൽ നമുക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ തീരും. അറ്റ്ലാന്റിസ് ROB വരികയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കണക്ഷൻസ് വരുമ്പോൾ തീർച്ചയായും നമ്മൾ മിനി ബസ്, അതായത് വലിയ ബസ് തന്നെ ഓടണമെന്നില്ല, ആളുകൾക്ക് ആക്സസബിലിറ്റി കൊടുക്കുന്ന, ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, ഇടറോഡുകളിലൂടെ പോകാൻ സാധിക്കുന്ന മിനി ബസ് സിസ്റ്റം വന്നാലും കൊച്ചിയിലെ ഗതാഗതത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. കഴിഞ്ഞ 30 വർഷം അല്ലെങ്കിൽ 3 ദശകത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻഡ് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വെട്ടിക്കുറവ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് സർവീസ് സെക്ടറുകളിലാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. നമ്മൾ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട് പുതിയ വകുപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴും അവർക്ക് പോലും ഫണ്ടില്ലാത്തൊരവസ്ഥ ഒരു പക്ഷേ വന്നേക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ കരുതൽ കൊടുക്കേണ്ടതാണ്. തുടങ്ങി വെച്ച പരിപാടികളുമുണ്ട്. എന്താണ് ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് മനസ്സിൽ കണ്ടിരിക്കുന്ന പദ്ധതികൾ? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഏജ് ഫ്രണ്ട്ലി സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ടുള്ള നഗരമാണ് കൊച്ചി. ജനീവയിൽ വെച്ച് നടന്ന WHO കോൺഫറൻസിൽ കൊച്ചി നഗരത്തിലെ പ്രോജക്ട്സ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഫണ്ടിങ് നമുക്ക് ആദ്യഘട്ടം എന്ന രീതിയിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ തന്നെയും അതിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഏജ് ഫ്രണ്ട്ലി സിറ്റി ആ ഒരു കൺസെപ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു നഗരം എന്ന രീതിയിൽ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. സ്വാഭാവികമായും അതിൽ കുറേ കാര്യങ്ങൾ അവരുടെ സ്റ്റഡി റിപ്പോർട്ട് അനുസരിച്ച് വന്നിട്ടുണ്ട്. അത് തുടക്കം കുറിക്കുകയാണ്. എൻ്റെ MOU സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തുടർ പ്രവർത്തനങ്ങളുണ്ടാവും. ഹാപ്പിനെസ് കൊച്ചി എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് മേയർ ചെയർപേഴ്സണെ മറ്റേ ആയിരിക്കുന്ന സമയത്താണ്, എതിർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തി. ഹാപ്പിനെസ് ഇൻഡെക്സുകൾ കൂട്ടുന്നതിനുള്ള, കൊച്ചി ഒരു ഹാപ്പി സിറ്റിയായി മാറ്റുന്നതിന് മാത്രമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താ? ഹാപ്പിനെസ് കൊച്ചി എന്നൊരു പ്രൊജക്റ്റ് കഴിഞ്ഞ കൗൺസിൽ പീരീഡ് നടപ്പാക്കി തുടങ്ങിയതാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത് രാജഗിരി കോളേജുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം ഇടക്കാലത്ത് കഴിഞ്ഞ കൗൺസിൽ പീരീഡിൽ എവിടെയോ വെച്ച് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാറി എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ആ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ രാജഗിരി കോളേജുമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഹാപ്പിനെസ് കൊച്ചി പ്രോഗ്രാം ശരിക്കും നടപ്പാക്കേണ്ടത് സ്കൂളുകളിലാണ്, കുട്ടികളിലാണ് അതിൻ്റെ ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അവരെ സ്ട്രെസ്സ് കുറച്ചുകൊണ്ട് അവർ ശരിക്കും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ +2 10th-ൻ്റെയും +2-ൻ്റെയും എക്സാം കഴിഞ്ഞപ്പോൾ ഏകദേശം 10 കുട്ടികളിലധികം സൂയിസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ട്രെസ്സ് താങ്ങാൻ പറ്റത്തില്ല കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഫണ്ട് അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കളയാനല്ല ഉദ്ദേശിക്കുന്നത്. കുട്ടികളിലേക്ക് അതിൻ്റെ കൗൺസിലിങ്ങും കുട്ടികളിലേക്ക് അതിൻ്റെ മറ്റു പരിപാടികളൊക്കെ ആയിട്ടുള്ള രീതിയിൽ ആ പ്രൊജക്റ്റ് നമ്മൾ രണ്ടാമത് അത് അഴിച്ചു പണിതിട്ടുണ്ട്. അത് നടപ്പാക്കും. മാഡം കുടുംബശ്രീയിലൂടെ വന്നു, അവിടുന്ന് കൗൺസിലറായി, ചെയർപേഴ്സണായി, ഇപ്പം മേയറായി. ഇതൊന്നും ഒരു സിറ്റിയിൽ നേടാവുന്ന എല്ലാ അധികാരമെന്ന് അങ്ങനെ പറയാം, അല്ലെങ്കിൽ സേവനത്തിനുള്ള സാധ്യത അത് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ കൊച്ചിയുടെ ഈ ഒരു സ്ത്രീ ഹൃദയം അറിയുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ അറിയുന്ന, സാധ്യതകൾ അറിയുന്ന ഒരു സ്ത്രീ മേയർ എന്ന വനിതാ മേയർ എന്ന രീതിയിൽ അങ്ങയുടെ മനസ്സിൽ വലിയ പദ്ധതികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ട്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നൊരു നഗരമായി കൊച്ചി മാറേണ്ടതുണ്ട്. ഇപ്പോൾ തീർച്ചയായും ഞാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷേ കുടുംബശ്രീയിലൂടെ വന്ന ആളല്ല. ഞാൻ വ്യക്തമായ രാഷ്ട്രീയത്തിലൂടെ തന്നെ കടന്നു വന്ന ആളാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ്സിലൂടെ പടിപടിയായി കോൺഗ്രസിൻ്റെ എല്ലാ മേഖലയിലും ഞാൻ ഇപ്പോഴും എനിക്ക് കുടുംബശ്രീയിൽ അംഗത്വമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
അപ്പോൾ ഈ നഗരത്തിലെ ഒരുപാട് പ്രശ്നങ്ങളിൽ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും സാധിക്കാറില്ല. കാരണം സുരക്ഷിതത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വന്ന് താമസിക്കുന്ന കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് വന്നു പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഷീ ലോഡ്ജ് നമുക്ക് നല്ല ഒരു സംരംഭമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഒരു കലൂർ പോലുള്ളൊരു ബസ് സ്റ്റാൻഡിൽ രാത്രി വന്നിറങ്ങിയാൽ അവർക്ക് സുരക്ഷിതമായിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ തങ്ങാനുള്ള ഇടങ്ങളുണ്ടാവണം. അതേപോലെ തന്നെയാണ് സ്ത്രീ സുരക്ഷ എന്നൊരു വശത്ത് പറയുമ്പോൾ പോലും അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആരോഗ്യമാണ്. 40 വയസ്സ് കഴിയുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അവരുടെ മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്. ഇപ്പം നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ പിങ്ക് ഹെൽത്ത് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് അതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ ആളുകൾ കൊച്ചിയിലെ വീടുകളിൽ വെറുതെ ഇരിക്കുന്നുണ്ട്. അവരുടെ കൂടെ സേവനങ്ങൾ നമ്മൾക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ സ്ത്രീകൾക്കും ചെറിയ കുട്ടികൾ മുതൽ വലിയ നമ്മുടെ മുതിർന്ന നമ്മളുടെ അച്ഛനമ്മമാർ വരെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു നഗരമായി കൊച്ചിയെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വിചാരിക്കും ഇപ്പോൾ പുരുഷന്മാരെ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ലെന്ന്. പുരുഷനും സ്ത്രീയും ഒന്നു തന്നെയാണ്. ആ ഒരു അർദ്ധനാരീശ്വര സങ്കല്പമാണ് നമ്മളെ നമ്മളായി നിർത്തുന്നത്. അതുകൊണ്ട് ഈ കൊച്ചിയിലെ ജനങ്ങൾ അത് എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഈ നഗരത്തിൻ്റെ ഭാവി വികസനം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നഗരം ഭരിക്കുന്നവർക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ട്, വ്യക്തമായ പദ്ധതികളുണ്ട്. അത് വിഭാവനം ചെയ്തുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാവരുടെയും പരിഗണനയും സാധ്യമായ എല്ലാവരുടെയും നിർദ്ദേശങ്ങളെയും കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ സന്തോഷം നൽകുന്നതാണ്. അങ്ങേക്ക് ഇത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ ഭരണസമിതിക്ക് കഴിയട്ടെ. അങ്ങയുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് സാധിക്കട്ടെ. സൗഹൃദം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങ് പറഞ്ഞതുപോലെ വനിതാ സൗഹൃദം, ശിശു സൗഹൃദം, പ്രായമായവരുടെ സൗഹൃദം, സർവോപരി പ്രകൃതിക്കും സൗഹൃദമുണ്ടാകുന്ന ഒരു നഗരമായി മാറ്റുന്നതിന് അങ്ങയുടെ കാലഘട്ടത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.